ഹലോ ഫ്രണ്ട്സ്, നമ്മൾ റിയാക്ട് ജെഎസിൽ നമ്മളൊരു കമ്പോണൻ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെ യൂസ് ചെയ്യുന്നതാണ് ആപ്പ് ജെഎസിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഞാൻ ഗാലറി ഡോട്ട് ജെഎസ് എന്ന് പറഞ്ഞൊരു ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് തന്നെയാണ് കമ്പോണൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ റിയാക്റ്റ് നമുക്ക് എങ്ങനെ ഒരു കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യും, അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവിടെ SRC ഫോൾഡറിൽ ഒരു ഗാലറി ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഞാൻ അപ്പർ കേസാണ് ഗാലറിയുടെ GA. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമുക്ക് ആവശ്യമുള്ള ഇമേജസ് ഒക്കെ ഇടുക. ഇവിടെ ഞാൻ പ്രോഡക്റ്റ് 1 to 5 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ആ ഇമ്പോർട്ട് പറയുക, ഇമ്പോർട്ട് റിയാക്ട് ഫ്രം റിയാക്ട് എന്ന് പറയുക. അതിനുശേഷം നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ തന്നെയാണ്, ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ തന്നെയാണ് കമ്പോണൻ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ ഞാൻ ഗാലറിയിൽ തന്നെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ റിട്ടേൺ പറയുക. ഇവിടെ നമ്മൾ എക്സ്പോർട്ട് പറയുക, ഡിഫോൾട്ട് ഗാലറി. ഇവിടെ നമ്മളൊരു ഗാലറി ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ റിട്ടേൺ പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് ഒരു സെക്ഷൻ പറയാം, H1 പ്രോഡക്ട്സ് ഗാലറി. അതിനുശേഷം നമുക്കിവിടെ IMG ടാഗ് പറയാം, IMG SRC ഈക്വൽസ്. ഇവിടെ നമുക്ക് നേരിട്ട് പ്രോഡക്റ്റ് ഇമേജിൻ്റെ പേര് പറയാം, കാരണം അത് പബ്ലിക്കിലാണ് കിടക്കുന്നത്, product1.jpg. ഇനി നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. നമുക്ക് എത്ര പ്രോഡക്റ്റ്, ഒരു 4-5 ഇമേജ് കിടപ്പുണ്ട് പ്രോഡക്റ്റിന്. അപ്പം നമുക്കതിങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പേരിങ്ങനെ മാറ്റിയാൽ മതി. ഇവിടെ പ്രോഡക്റ്റ് 2, പ്രോഡക്റ്റ് 3, പ്രോഡക്റ്റ് 4 ഇത് നമുക്ക് സേവ് ചെയ്യുക. നമുക്കിനി അത് ആപ്പ് ഡോട്ട് ജെ എസിൽ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആപ്പ് ഡോട്ട് ജെ എസിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ഇമ്പോർട്ട് പറയുക. ഇമ്പോർട്ട് നമുക്ക് നമ്മളുടെ കമ്പോണൻ്റ് ഉള്ള ഫയൽ ഗാലറി ഫ്രം ഗാലറി. ഇവിടെ ഡോട്ട് ഗാലറി എന്ന് പറഞ്ഞാൽ ആ ഡോട്ട് ജെ എസ് ആ ഫയലാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേര് മാറ്റാം. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടാഗിൻ്റെ പേര് ഇവിടെ പറയുന്ന ഇമ്പോർട്ടിൽ പറയുന്ന ആ രീതിയിൽ തന്നെ, അത് തെറ്റാതെ കൊടുക്കണം. ഗാലറി ക്ലോസ് ചെയ്യുക. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പം നമുക്ക് കാണാം, നമ്മുടെ പ്രോഡക്റ്റ് നമുക്കിങ്ങനെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് റിയാക്ട് ഡോട്ട് ജെ എസിൽ.